ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്ത കോതമംഗലം സെയിന്റ് അഗസ്റ്റിൻ സ്കൂൾ വിദ്യാർത്ഥിനി. ആ വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. വിവിധ തരം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും 8ാം ക്ലാസ്സുകാരി ആൻമരിയയുടെ കൃഷിയിടത്തിലുണ്ട്. മാതൃഭൂമി സീഡ് ക്ലബിലെ പ്രവർത്തനമാണ് കൃഷിക്ക് പ്രചോദനമായത് എന്ന് ആൻമരിയ പറയുന്നു. പഠനത്തിലും കൃഷിയിലും ഒരുപോലെ മികവ് തെളിയിക്കുകയാണ് കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ വിദ്യാർത്ഥിനിയായ ആൻമരിയ. പച്ചക്കറികൾ നട്ടുകൊണ്ടാണ് 8ാം ക്ലാസ്സുകാരിയുടെ കൃഷി അറിവുകളുടെ തുടക്കം. മികച്ച വിളവ് ലഭിച്ചതോടെ പഴവർഗ്ഗങ്ങളും ഔഷധ സസ്യങ്ങളും കൃഷിയിടത്തിലേക്ക് എത്തിച്ചു. പഠനത്തിനിടയിലെ ഇടവേളകളിൽ കൃത്യമായി കൃഷിയിടത്തിലേക്കെത്തും. വിത്ത് നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ജോലികൾ 8ാം ക്ലാസ്സുകാരിക്കുന്ന മനപ്പാടമാണ്. വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, കോവയ്ക്ക, അങ്ങനെ വിവിധ തരം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഇവിടെ മുളക്, തക്കാളി തുടങ്ങിയ എല്ലാം തന്നെ ഇവിടെയുണ്ട്. മകളുടെ കൃഷി താല്പര്യങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഞാൻ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് സഹായിക്കുകയും അതിനോട് കൂടെ താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തെപ്പറ്റിയൊക്കെ നല്ല അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ ആൻമരിയുടെ കൃഷിയിടത്തിലെ സ്ഥിരം സന്ദർശകരാണ്. ഇത് എനിക്ക് ആൻമരിയ ചേച്ചി തന്നതാണ്. ഇത് ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നട്ട് ഒരു കുഞ്ഞു കൃഷിത്തോട്ടം ഉണ്ടാക്കുന്നതാണ്. വീട്ടുമുറ്റത്തെ കുറഞ്ഞ സ്ഥലത്തും കൃഷി നടത്തി വിഷരഹിത പച്ചക്കറിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്നതാണ് ഈ 8ാം ക്ലാസ്സുകാരിയുടെ ആഗ്രഹം. ഒപ്പം കൂട്ടുകാരെ കൂടി കൃഷിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതും ആൻമരിയയ്ക്ക് സന്തോഷമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.